ടോട്ടൽ അക്കൗണ്ടിംഗ് സൊല്യൂഷനിൽ ക്വിക്ക് ബുക്ക് സീരീസിൽ ഡേ 2-ൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അക്കൗണ്ട്സ് പേയബിളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഒരു കമ്പനിയുടെ പർച്ചേസ് എങ്ങനെ പോസ്റ്റ് ചെയ്യാം, അതുപോലെ തന്നെ പർച്ചേസ് ഓർഡർ എങ്ങനെ പോസ്റ്റ് ചെയ്യാം, പർച്ചേസ് ഓർഡറിൽ നിന്ന് പർച്ചേസിലേക്ക് എങ്ങനെ ട്രാൻസാക്ഷൻസ് പോസ്റ്റ് ചെയ്യാം, അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ടിങ്, പിന്നെ സപ്ലയർ ക്രിയേറ്റ് ചെയ്യാം, ഒരു വെൻഡർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസ് പോസ്റ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ അക്കൗണ്ട്സ് പേയബിൾ പ്രോസസ്സ് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാം. നമ്മൾ സപ്പോസ് ഒരു ബിഗ് കമ്പനീസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് എന്തെങ്കിലും മെറ്റീരിയൽ റിക്വയർമെൻറ്റ് ഉണ്ടാവും. ഒരു മെറ്റീരിയൽ, ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെറ്റീരിയൽ റിക്വയർമെൻറ്റ് ഉണ്ടാവും. അപ്പോൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഒരു മെറ്റീരിയൽ റിക്വസിഷൻസ് സെൻഡ് ചെയ്യും. അതിനനുസരിച്ച് വേണം പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാൻ. പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിന് മെറ്റീരിയൽ റിക്വസിഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യും, ഡിഫറെൻറ്റ് വെൻഡേഴ്സിൻ്റെ അടുത്തുനിന്ന് കൊട്ടേഷൻസ് ക്ഷണിക്കും. ഡിഫറെൻറ്റ് വെൻഡേഴ്സിൻ്റെ അടുത്ത് കൊട്ടേഷൻ കിട്ടിയതിൻ്റെ ശേഷം ഏറ്റവും ലോവർ കോട്ട്, ബെറ്റർ ക്വാളിറ്റി പ്രോഡക്റ്റ് അവർ ഏതെങ്കിലും ഒരു കോട്ട് സെലക്ട് ചെയ്യും. കോട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം അവരെന്ത് ചെയ്യും, ഏത് വെൻഡറെ കോട്ടാണോ സെലക്ട് ചെയ്തത് വെച്ചാൽ ആ സപ്ലയർക്ക്, അതായത് വെൻഡർക്ക് എന്ത് ചെയ്യും, ഒരു പർച്ചേസ് ഓർഡർ ഇഷ്യൂ ചെയ്യും. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ നിന്ന് ക്വിക്ക് ബുക്സ് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് പർച്ചേസ് ഓർഡർ എങ്ങനെ പോസ്റ്റ് ചെയ്യാന്നുള്ളത് ചെക്ക് ചെയ്യാം. അതിൻ്റെ ഏറ്റവും ലേറ്റർ വേർഷൻസ് ആണ് ഞാൻ ഇപ്പോൾ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, പർച്ചേസ് ഓർഡർ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്പെൻസിലോട്ട് പോവുക. അതിൻ്റെ ശേഷം ഇവിടെ പർച്ചേസ് ഓർഡേഴ്സ് എന്നുള്ള ഒരു ഓപ്ഷൻസ് ഉണ്ട്, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. പർച്ചേസ് ഓർഡർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം ക്രിയേറ്റ് പർച്ചേസ് ഓർഡർ എന്നുള്ള ജസ്റ്റ് സെലക്ട് ചെയ്യാം. അതിൻ്റെ ശേഷം ഇവിടെ പർച്ചേസ് ഓർഡർ എന്നുണ്ട്, ഇവിടെ സപ്ലയറെ സെലക്ട് ചെയ്യാം. സപ്ലയർ ഓർ വെൻഡർ, നമ്മൾ ഏത് സപ്ലയർ അടുത്തുനിന്നാണോ നമ്മൾ സാധനം പർച്ചേസ് ചെയ്യുന്നത് വെച്ചാൽ അവിടെ സപ്ലയറെ ചൂസ് ചെയ്യാം. ഇപ്പം ഞാൻ നേരത്തെ ഇനീഷ്യലി പറഞ്ഞത് നമ്മൾ ഡിഫറെൻറ്റ് കൊട്ടേഷൻസ് ഡിഫറെൻറ്റ് സപ്ലയേഴ്സിൻ്റെ അടുത്തുനിന്ന് എടുത്തതിന് ശേഷം നമ്മളൊരു ബെസ്റ്റ് നമുക്ക് സ്യൂട്ടബിളായ, കമ്പനിക്ക് ഏറ്റവും സ്യൂട്ടബിളായ ഒരു കോട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ആ സപ്ലയറിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പർച്ചേസ് ഓർഡർ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ പർച്ചേസ് ഓർഡർ ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, അവിടെ സപ്ലയറെ സെലക്ട് ചെയ്യാം. ഇവിടെ ഞാൻ ജസ്റ്റ് നമ്മൾ ഓൾറെഡി ഒരു അലബാസ് ടെക്നിക്കൽ എന്നുള്ള സപ്ലയർ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുതുതായിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നില്ല. ക്രിയേറ്റ് ചെയ്യൽ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഓക്കെ, ദെൻ അലബാസ് ടെക്നിക്കൽ എന്നുള്ള ജസ്റ്റ് സെലക്ട് ചെയ്യാം. ഇമെയിൽ ID മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ മാക്സിമം ഡീറ്റെയിൽസ് കൊടുക്കുക. സപ്ലയർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യുക, സപ്ലയർ ഡീറ്റെയിൽസുകളൊക്കെ ഫുള്ള് കൊടുക്കുക. ഓക്കെ, ദെൻ നമ്മൾ എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത് വെച്ചാൽ പർച്ചേസ് ലൊക്കേഷൻസ് സെലക്ട് ചെയ്യാം. ദെൻ ഇവിടെ കാറ്റഗറി ഉണ്ട്, ഇവിടെ ഐറ്റം ഡീറ്റെയിൽസ് ഉണ്ട്, കാറ്റഗറി ഉണ്ട്. ഐറ്റം ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വല്ല സ്പെയർ പാർട്സോ മെറ്റീരിയൽസ് ഐറ്റംസ് ആണെന്നുണ്ടെങ്കിലും പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതായത് കമ്പനി സ്റ്റോക്ക് കീപ്പ് ചെയ്യുന്ന കമ്പനി ആണെന്നുണ്ടെങ്കിൽ, സ്റ്റോക്ക് ഇൻവെന്ററി കമ്പനിക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഐറ്റം സെലക്ട് ചെയ്തിട്ട് സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു മെറ്റീരിയൽ നമുക്ക് പർച്ചേസ് ചെയ്യാന്ന് വെച്ചാൽ, അതായത് കമ്പനിക്ക് സ്റ്റോക്ക് ഐറ്റം മെയിൻറ്റെയിൻ ചെയ്യണ്ട, അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് അക്കൗണ്ട് ആയിട്ട് മാത്രം കീപ്പ് ചെയ്താൽ മതി. അപ്പം ഞാനിവിടെ ജസ്റ്റ് അക്കൗണ്ട് ആയിട്ട് മാത്രം, അതായത് ഇൻവെന്ററി കീപ്പ് ചെയ്യാത്ത രീതിയിലാണ് ഞാനിവിടെ പർച്ചേസ് ഓർഡർ ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, ഇതിന് ജസ്റ്റ് കാറ്റഗറി എന്ന് ഞാൻ കൊടുത്ത് കാറ്റഗറിയിലാണ് സെലക്ട് ചെയ്യുന്നത്. നമ്മൾ മുന്നേ സെലക്ട് ചെയ്ത ലെഡ്ജർ തന്നെയാണ്, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി. ഓക്കെ, നമ്മളൊരു 25 ബോക്സ് A4 ഇവിടെ എന്ത് ചെയ്യുന്നത്, ഡിഫറെൻറ്റ് സപ്ലയേഴ്സിൻ്റെ അടുത്ത് കോഡ് എടുത്തിട്ട് ഒരു 1 സപ്ലയേഴ്സിന് എന്ത് ചെയ്യുക, ഒരു സെലക്ട് ചെയ്ത സപ്ലയേഴ്സിന് നമ്മൾ പർച്ചേസ് ഓർഡർ സെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഞാനിവിടെ ഒരു 25 ബോക്സ് A4, ഓക്കെ, 25 ബോക്സ് A4. ഓക്കെ, മാക്സിമം ഡീറ്റെയിൽസ് കൊടുക്കുക. ഓക്കെ, ഞാനിവിടെ ജസ്റ്റ് ഇത് കൊടുത്ത് ദെൻ എമൗണ്ട്. ഓക്കെ, അപ്രോക്സിമേറ്റ് എമൗണ്ട് 1000 AD എന്ന് കൊടുത്ത്. ഓക്കെ, അതിൻ്റെ ശേഷം എന്ത് ചെയ്ത് ഞാൻ സ്റ്റാൻഡേർഡ് റേറ്റഡ് 5% വാറ്റ് അതിന് അപ്ലിക്കബിൾ ആണ്. ഓക്കെ, വാറ്റ് 5% 50. നമുക്ക് സപ്ലയർക്ക് എന്തെങ്കിലും മെസ്സേജുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇവിടെ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ചെയ്ത അറ്റാച്ച്മെന്റ് ഇവിടെ എന്ത് ചെയ്യുക, അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ പർച്ചേസ് ഓർഡറിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള കൊട്ടേഷൻസ് സപ്ലയർ നമുക്ക് സെൻഡ് ചെയ്ത ഡീറ്റെയിൽസ് അത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ അറ്റാച്ച്മെന്റ് ആയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് എന്ത് ചെയ്യുക, സേവ് ചെയ്യാം.
നമ്മൾ ഓൾറെഡി എന്ത് ചെയ്ത് ഒരു പേർച്ചേസ് ഓർഡർ സേവ് ചെയ്ത്. ഇവിടെ നമുക്ക് ജസ്റ്റ് ടോപ്പിൽ കാണാം പേർച്ചേസ് ഓർഡർ 1001 സേവ്ഡ്. അത് പർച്ചേസ് ഓർഡർ 1001 എന്നുള്ള നമ്പറിൽ സേവ് ചെയ്ത്. ഓക്കെ, ഇനി നമ്മൾ ജസ്റ്റ് ബാക്കിലോട്ട് പോവാം. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ പേർച്ചേസ് ഓർഡർ നമുക്ക് പേർച്ചേസ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യണം. കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പേർച്ചേസ് ഓർഡർ എന്നുള്ള ഓപ്ഷനിലേക്ക് തന്നെ വരിക. ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക, കാരണം ഇത് ഓൺലൈൻ ആയതുകൊണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് റീഫ്രഷ് ചെയ്യേണ്ടി വരും. ഓക്കെ, റീഫ്രഷ് ചെയ്യുമ്പോൾ നമ്മളിവിടെ എത്ര പർച്ചേസ് ഓർഡർ പെൻഡിങ് ഉണ്ടോ ആ പർച്ചേസ് ഓർഡറുകളൊക്കെ എന്ത് ചെയ്യും, ഇവിടെ ലിസ്റ്റ് ചെയ്യും. ഇവിടെ നമ്മൾ കണ്ടില്ല, അല്ലബാസ് ടെക്നിക്കൽ 1001 എന്നുള്ള പർച്ചേസ് ഓർഡർ നമ്മളിപ്പോൾ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്ത പർച്ചേസ് ഓർഡറാണ്. ഡേറ്റ്, ദെൻ പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി കാറ്റഗറി, ടോട്ടൽ എമൗണ്ട് 1050. ഓക്കെ, ഈ പർച്ചേസ് ഓർഡറിന്റെ സ്റ്റാറ്റസ് ഇവിടെ ഓപ്പൺ എന്നുള്ള ഒരു ഓപ്ഷൻസ് ഉണ്ട്. ഈ പർച്ചേസ് ഓർഡർ എന്താണ്, ഓൾറെഡി ഓപ്പൺ ആണ്. ഇത് ക്ലോസ് ആയിട്ടുള്ള പർച്ചേസ് ഓർഡർ, അതായത് നമ്മളിത് പർച്ചേസ് ആയിട്ട് നമുക്ക് സാധനങ്ങൾ നമ്മളെ കമ്പനിയിലോട്ട് സാധനം എത്തിയിട്ടില്ല. ഓക്കെ, അപ്പം നമ്മൾ ഈ പർച്ചേസ് ഓർഡർ നമുക്ക് എന്ത് ചെയ്യണം, പേർച്ചേസ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. പേർച്ചേസ് ഓർഡർ നമ്മൾ ഇഷ്യൂ ചെയ്തു, സാധനങ്ങൾ നമ്മളെ ഓഫീസിലെത്തി, അല്ലെങ്കിൽ നമ്മളെ വെയർ ഹൗസിൽ സാധനം ജസ്റ്റ് അവർ ഡെലിവറി ചെയ്തു. ഓക്കെ, ഡെലിവറി ചെയ്യുമ്പോൾ അവരെന്ത് തരും, നമുക്ക് ഇൻവോയ്സ് തരും. അതായത് അവരെ സെയിൽസ് ഇൻവോയ്സ് ആണ് തരിക. അത് നമുക്ക് ആകുമ്പോൾ എന്ത് ചെയ്യും, അത് പെർച്ചേസ് ആണ്. അപ്പം നമുക്ക് പെർച്ചേസ് ഡയറക്റ്റ് പോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്, നമ്മൾ ഓൾറെഡി പെർച്ചേസ് ഓർഡർ അവർക്ക് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. പെർച്ചേസ് ഓർഡറിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെർച്ചേസ് ആയിട്ട് ജസ്റ്റ് കൺവേർട്ട് ചെയ്താൽ മതി. സോ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം പെർച്ചേസ് ഓർഡർ എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ 2 വൗച്ചേഴ്സ് ആണ് ഇവിടെ ഡിസ്പ്ലേസ് ഉള്ളത്, ഒന്ന് എക്സ്പെൻസ്, ഒന്ന് പെർച്ചേസ് ഓർഡർ. ഓക്കെ, ഇവിടെ പെർച്ചേസ് ഓർഡർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. നമുക്കിപ്പോൾ പെർച്ചേസ് ഓർഡറാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, പെർച്ചേസ് ആയിട്ട് കൺവേർട്ട് ചെയ്യേണ്ടത്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പം നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത പെർച്ചേസ് ഓർഡർ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതിൻ്റെ ശേഷം എന്ത് ചെയ്യുക, കോപ്പി ടു ബിൽ, ഇത് ബില്ലിലേക്ക് കൺവേർട്ട് ചെയ്യുക, കോപ്പി ചെയ്യുക. ഓക്കെ, ജസ്റ്റ് കോപ്പി ചെയ്യുന്നു. അതിൻ്റെ ശേഷം എന്ത് ചെയ്യുക, മറ്റുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഡീറ്റെയിൽസ് കൊടുക്കുക. ഇവിടെ ബിൽ നമ്പർ എന്ന് പറഞ്ഞാൽ അവരെ സെയിൽസ് ഇൻവോയ്സ്, ആ സെയിൽസ് ഇൻവോയ്സിൻ്റെ നമ്പർ എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ ബില്ല് നമ്പർ ഇവിടെ കൊടുക്കാം. ഓക്കെ, പിന്നെ അതിൻ്റെ ശേഷം എന്ത് ചെയ്യാം, ജസ്റ്റ് സേവ് ചെയ്യാം. ഞാനിവിടെ ജസ്റ്റ് കൊടുത്തു. ഓക്കെ, അതിൻ്റെ ശേഷം എന്ത് ചെയ്യാം, ജസ്റ്റ് സേവ് ചെയ്യാം. ബിൽ നമ്പർ 10034 ഉള്ളത് എന്ത് ചെയ്ത് ഓൾറെഡി സിസ്റ്റം സേവ് ചെയ്തു. ആ പെർച്ചേസ് ഓർഡർ എന്ത് ചെയ്ത് ഓൾറെഡി സേവ് ചെയ്തല്ലേ. ഇനി നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ഇനി പെർച്ചേസ് ഓർഡർ പെൻഡിങ് ഉണ്ടോ നോക്കാം. ഓൾറെഡി നമ്മൾ സേവ് ചെയ്തല്ലോ. വീണ്ടും പെർച്ചേസ് ഓർഡറിലേക്ക് തന്നെ പോവാം. പെർച്ചേസ് ഓർഡറിലേക്ക് പോയിട്ട് എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക ആ പെർച്ചേസ് ഓർഡറിൻ്റെ സ്റ്റാറ്റസ് എന്താണുള്ളത്. ഇവിടെ നേരത്തെ സ്റ്റാറ്റസ് ഓപ്പൺ ആയിരുന്നു, പർച്ചേസ് ഓർഡർ ഓപ്പൺ ആയിരുന്നു. ഇപ്പോൾ ഈ പർച്ചേസ് ഓർഡർ എന്ത് ചെയ്ത് ഓൾറെഡി ക്ലോസ്ഡ് ആയി. അതായത് പർച്ചേസ് ഓർഡർ നമ്മൾ പെർച്ചേസ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പെർച്ചേസ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഓക്കെ, നമുക്ക് സപ്ലൈസിൽ പോയി നോക്കാം. കണ്ടില്ലേ, ഇവിടെ അല്ലബാസ് ടെക്നിക്കൽ എന്നുള്ള സപ്ലയേഴ്സിന് 1050 നമ്മളിപ്പോൾ ജസ്റ്റ് പോസ്റ്റ് ചെയ്ത എമൗണ്ട് കൊടുക്കാനാണ്. ഇനി നമുക്ക് ഈ സപ്ലയേഴ്സിന് പേയ്മെൻറ്റ് ചെയ്യണം. അപ്പം നമ്മൾ അവരെ സെയിൽസ് ബില്ല് നമുക്ക് കിട്ടി, നമ്മൾ പെർച്ചേസ് നമ്മൾ പോസ്റ്റ് ചെയ്തു. ഓക്കെ, നമുക്ക് പേയ്മെൻറ്റ് കൊടുക്കണം. ആർക്ക്, ഈ അല്ലബാസിന്. ഈ പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ക്രെഡിറ്റ് ടേംസും അതിനനുസരിച്ച് പേയ്മെൻറ്റ് നമ്മളാണ് സെറ്റിൽ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് പേയ്മെൻറ്റ് സെറ്റിൽ ചെയ്യുന്ന അങ്ങനെ ജസ്റ്റ് ചെക്ക് ചെയ്യാം. മേക്ക് പേയ്മെൻറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അതിൻ്റെ ശേഷം എന്ത് ചെയ്യുക, ചൂസ് എ പേയി അക്കൗണ്ട് എന്നുള്ളത് സെലക്ട് ചെയ്യാം. ഓക്കെ, ചൂസ് എ പേയി അക്കൗണ്ട്. അല്ലബാസിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പേയ്മെൻറ്റ് കൊടുക്കുന്നത്. നമ്മൾ ക്യാഷ് എന്നാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ചെക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് HSBC സെലക്ട് ചെയ്യാം. ഏതെങ്കിലും ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ബാങ്ക് സെലക്ട് ചെയ്യാം. അതിൻ്റെ ശേഷം ബില്ല് ഇവിടെ ഓൾറെഡി സെലക്ട് ആയിട്ടുണ്ട് ഓട്ടോമാറ്റിക്കായിട്ട്. ഓക്കെ, എമൗണ്ട് ടു അപ്ലൈ 1050. ഓക്കെ, തന്നെ അതിൻ്റെ ശേഷം എന്ത് ചെയ്യുക, ജസ്റ്റ് സേവ് ആൻഡ് ക്ലോസ്. ബിൽ പേയ്മെൻറ്റ് വൺ സേവ്ഡ്. ഇപ്പോൾ അല്ലബാസിന് 0 ഉണ്ടല്ലേ. ഓൾറെഡി നമ്മൾ എന്ത് ചെയ്ത് ഇൻവോയ്സ് പെർച്ചേസ് ഓർഡർ ഇഷ്യൂ ചെയ്ത് അവർ മെറ്റീരിയൽ നമ്മളെ വെയർ ഹൗസിലേക്കും നമ്മളെ ഓഫീസിലേക്കും എത്തിച്ച്, അതിൻ്റെ ശേഷം അവർ സെയിൽസ് ഇൻവോയ്സ് വിത്ത് ഡെലിവറി നോട്ട് എത്തിച്ച്, ആ സെയിൽസ് ഇൻവോയ്സ് വെച്ച് എന്ത് ചെയ്ത്
നമ്മളെ സിസ്റ്റത്തിൽ പർച്ചേസ് പോസ്റ്റ് ചെയ്തു വിത്ത് അവരെ ഇൻവോയ്സ് നമ്പർ നമ്മൾ ബിൽ നമ്പർ ആക്കിയിട്ട് കൊടുത്തു. അതിൻ്റെ ശേഷം എന്ത് ചെയ്യുക, ആ ബില്ല് നമ്മൾ പേ ചെയ്തു. ഓക്കെ, പേ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്തായി, അല്ലബ്ബാസ് ടെക്നിക്കലിന് ഇപ്പോൾ 0 ആണ് കൊടുക്കാൻ, നിൽ ബാലൻസ്. ഇതുപോലത്തെ മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ക്വിക്ക് ബുക്സിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മാനേജ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. ഓക്കെ, നമുക്ക് റിപ്പോർട്ടിലേക്ക് ഒന്ന് ജസ്റ്റ് പോയി നോക്കാം. റിപ്പോർട്ടിലേക്ക്, ഓക്കെ, റിപ്പോർട്ട് എടുക്കുക, സ്റ്റാൻഡേർഡ് റിപ്പോർട്ട്. സ്റ്റാൻഡേർഡ് റിപ്പോർട്ടിൽ ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ ഒരു എക്സ്പെൻസിൻ്റെ എൻട്രി, ഒരു ബില്ലിൻ്റെ എൻട്രി, അപ്പോൾ 2 എക്സ്പെൻസ്, ടോട്ടൽ 2 എക്സ്പെൻസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി 2000, അതായത് 2 വട്ടം 2 എൻട്രി നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് എക്സ്പെൻസിൻ്റെ എൻട്രി, ഒന്ന് ബില്ലിൽ കൂടെയുള്ള എക്സ്പെൻസിൻ്റെ എൻട്രി. 2 എൻട്രിയും കൂടിയാണ് 2000. ആക്ച്വലി നമ്മൾ പോസ്റ്റ് ചെയ്ത എമൗണ്ട് 1000 + 50 വാറ്റ്, അങ്ങനെ 2 പ്രാവശ്യമായിരുന്നു നമ്മൾ പോസ്റ്റ് ചെയ്തത്. പക്ഷെ വാറ്റിൻ്റെ എമൗണ്ട് എന്തല്ല, എക്സ്പെൻസസ് അല്ല. അതുകൊണ്ട് നമ്മളെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് അത് എഫക്റ്റ് ചെയ്യില്ല. ആ 50 റിയാൽ കമ്പനിക്ക് റീഫണ്ടബിൾ ആണ്. ഓക്കെ, അപ്പോൾ 2000 ഇവിടെ നെറ്റ് ഏർണിങ്സ് -2000, ബിക്കോസ് നമുക്ക് എന്താ ഇൻകം മറ്റുള്ള കാര്യങ്ങളൊന്നും ഇതിൽ വന്നിട്ടില്ല. ഓക്കെ, അതുപോലെ തന്നെ നെക്സ്റ്റ് നമുക്ക് ബാക്കിലോട്ട് പോയിട്ട് ജസ്റ്റ് ബാലൻസ് ഷീറ്റ് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കാം. ബാലൻസ് ഷീറ്റിൽ എന്തൊക്കെയാണെന്നുള്ളത്, ബാലൻസ് ഷീറ്റിൽ ക്യാഷ് സ്റ്റാറ്റസ് ഒന്ന് നോക്കാം. ക്യാഷ് ഇൻ ഹാൻഡ് -1050, HSBC 100,000. ഇവിടെ ക്യാഷ് ഇൻ ബാലൻസ് -150 ആവാൻ നമ്മൾ ബിസിനസ്സിലേക്ക് ക്യാപിറ്റൽ 100,000 ക്യാപിറ്റൽ കൊണ്ടുവന്നു. ആ കൊണ്ടുവന്ന ക്യാപിറ്റലിൽ നിന്ന് നമ്മൾ ക്യാഷിലേക്കൊന്നും എമൗണ്ട് ട്രാൻസ്ഫർ ആക്കിയിട്ടില്ല. അപ്പോൾ ആക്ച്വലി ഫിസിക്കൽ ക്യാഷ് എന്നുള്ളത് മൈനസാണ്. ആ മൈനസിലോട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, വീണ്ടും ബില്ല് സെറ്റിൽ ചെയ്തത്. ആരെ ബില്ല്, അല്ലബ്ബാസിനുള്ള ബില്ല് ക്യാഷ് ആയിട്ടാണ് നമ്മൾ ഇവിടെ സെറ്റിൽ ചെയ്തത്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ മൈനസ് എന്നുള്ളത് വന്നിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ഇവിടെ വാറ്റ് കൺട്രോൾ അക്കൗണ്ടിൽ കണ്ടില്ലേ, വാറ്റ് കൺട്രോൾ അക്കൗണ്ടിൽ -100 എന്നുള്ളത് വന്നിട്ടുണ്ട്. അതായത് ഈ -100 എന്നുള്ളത് വാറ്റ് റീഫണ്ടബിൾ ആണ്. വാറ്റ് റീഫണ്ടബിൾ ആണ്, കമ്പനിക്ക് ഇത് തിരിച്ചു കിട്ടും. ഓക്കെ, വാറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ സെയിൽസ്, മറ്റുള്ള ട്രാൻസാക്ഷൻസ്, എൻട്രീസ് എല്ലാം പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വാറ്റ് എങ്ങനെ റിട്ടേൺ ഫയൽ ചെയ്യാന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് അക്കൗണ്ട്സ് പേയബിളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഫസ്റ്റ് കമ്പനിക്ക് എന്തെങ്കിലും ഒരു മെറ്റീരിയൽ റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു മെറ്റീരിയൽ റിക്വസിഷൻസ് കൊടുക്കും. അതിന്റെ ശേഷം പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് അത് പർച്ചേസ് ചെയ്യും. പർച്ചേസ് ചെയ്യണമെങ്കിൽ കമ്പനിക്ക് സ്റ്റാൻഡേർഡ് SOP ഉണ്ടാവും. ഇപ്പോൾ ഡിഫറെന്റ് കൊട്ടേഷൻസ് അവർ ഡിഫറെന്റ് സപ്ലയേഴ്സിന്റെ അടുത്ത് ക്ഷണിക്കും. അതിന്റെ ശേഷം എന്ത് ചെയ്യും, അതിൽ നിന്നൊരു ബെസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള കോട്ട് സെലക്ട് ചെയ്യും. ആ കോട്ടിന് ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, കമ്പനിയുടെ പർച്ചേസ് ഓർഡർ വെൻഡർക്ക് ഇഷ്യൂ ചെയ്യും, അതായത് സപ്ലയറിലേക്ക് ഇഷ്യൂ ചെയ്യും. അതിനനുസരിച്ച് സപ്ലയർ എന്ത് ചെയ്യും, നമുക്ക് മെറ്റീരിയൽ ഡെലിവർ ചെയ്യും. മെറ്റീരിയൽ ഡെലിവറി ചെയ്യുമ്പോൾ ഡെലിവറി നോട്ട് പ്ലസ് സെയിൽസ് ഇൻവോയ്സ് അവർ മെറ്റീരിയലിൻ്റെ ഒപ്പം സബ്മിറ്റ് ചെയ്യും. ഈ സബ്മിറ്റ് ചെയ്യുന്ന സെയിൽസ് ഇൻവോയ്സിന്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ പർച്ചേസ് ആയിട്ട് അതവിടെ നമ്മളെ സിസ്റ്റത്തിൽ പോസ്റ്റ് ചെയ്യും. നമ്മളെ സിസ്റ്റത്തിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ അവരെ സെയിൽസ് ഇൻവോയ്സ് നമ്പർ ഏതാണോ അത് നമ്മളെ പർച്ചേസ് ഇൻവോയ്സിൽ ബിൽ നമ്പർ ആയിട്ട് കൊടുക്കും. അതാണ് പിന്നെ നമ്മുടെ അക്കൗണ്ട്സ് പേയബിളും അവരെ അക്കൗണ്ട്സ് റിസീവബിളുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, അതിന്റെ ശേഷം ആ പേയ്മെന്റ് എങ്ങനെ സെറ്റിൽ ചെയ്യാന്നുള്ളത് മേക്ക് പേയ്മെന്റ്സിൽ കൂടി നമ്മൾ സെറ്റിൽ ചെയ്തു. അതിന്റെ ശേഷം നമ്മൾ ലാസ്റ്റ് എന്ത് ചെയ്ത്, ഇതുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എങ്ങനെ എഫക്ട് ചെയ്ത്, അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിൽ വാറ്റിന്റെ കാൽക്കുലേഷനിൽ എങ്ങനെ എഫക്ട് ചെയ്ത്, അതുപോലെ തന്നെ ക്യാഷ് ഇൻ ഹാൻഡിൽ എന്തുകൊണ്ട് -1050 വന്ന്. ഓക്കെ, അതൊക്കെ നമ്മളിപ്പോൾ ജസ്റ്റ് ചെക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് അക്കൗണ്ട്സ് പേയബിളുമായിട്ട് ബന്ധപ്പെട്ട ക്വിക്ക് ബുക്സിൽ ഉള്ളത്. ഓക്കെ,
ആയിട്ട് എന്തെങ്കിലും ഡൗട്ട്സുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. ഐ വിൽ റിപ്ലൈ ടു യു.